ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം, കർത്താവിൻ്റെ സന്നിധിയിൽ താഴുവീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും എന്നുള്ള വചനമാണ് യാക്കോബ് തൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു വിവേകശൂന്യനായ മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ ഉടനീളം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ വിവേകമുള്ളവരായി നിങ്ങളുടെ ജീവിതകാലം കഴിക്കേണ്ടവരാണെന്നും അങ്ങനെ വിവേകത്തോടുകൂടി ജീവിക്കുവാൻ കഴിയാതെ വിവേകശൂന്യന്മാരായി തീർന്നാൽ നിങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുമൊന്ന് സൂചിപ്പിച്ചു പറയുന്ന വാക്കുകൾ ഇവിടെ കാണുന്നുണ്ട്. ശമൂവേലിന് എഴുതിയ 1-ാം പുസ്തകം 25-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാവീദ് തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന ഏറ്റവും ഭാരം നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ നാബാലിൻ്റെ വീട്ടിൽ ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഉത്സവം നടക്കുന്നു എന്നറിഞ്ഞിട്ട് ദാവീദ് തൻ്റെ ഭൃത്യന്മാരെ നാബാലിൻ്റെ വീട്ടിലേക്ക് ഒരൽപ്പം ആഹാര സാധനങ്ങൾ കൈക്കൊള്ളേണ്ടതിന് പറഞ്ഞയക്കുകയുണ്ടായി. ദാവീദിൻ്റെ ഭൃത്യന്മാർ നാബാലിൻ്റെ വീട്ടിൽ കടന്നു വന്ന് നാബാലിനോട് ദാവീദ് പറഞ്ഞു വിട്ടതായ കാര്യങ്ങളൊക്കെ ഓർപ്പിച്ചു. എങ്കിലും വിവേകഹീനനായ നാബാൽ ദാവീദ് ആരാണ്, ഇശായിയുടെ മകൻ ആരാണ് എന്നൊക്കെ ചോദിച്ച് അവരെ അപമാനിക്കുവാനും അവർ ചോദിച്ചതൊന്നും നൽകാതെ അവരെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു വിടുവാനും ഉത്സാഹിക്കുന്ന വിവേകശൂന്യനായ ഒരു നാബാലിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ വിവേകമുള്ളതായ നാബാലിൻ്റെ ഭാര്യ അബീഗൽ നാബാൽ ചെയ്തതായ വാർത്ത അറിഞ്ഞിട്ട് എത്രയും വേഗത്തിൽ അവൾ ഒരുങ്ങി ദാവീദിനും അവൻ്റെ ആളുകൾക്കും ആവശ്യമുള്ളതായ എല്ലാ ആഹാര സാധനങ്ങളും ഒരുക്കിക്കൊണ്ട് ദാവീദിനെ എതിരേൽപ്പാൻ ചെല്ലുകയും ദാവീദിനെ കണ്ട് ദാവീദിൻ്റെ മുമ്പിൽ കഴുതപ്പുറത്തുനിന്ന് ഇറങ്ങി നിന്ന് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് അവളുടെ ഭർത്താവായിരിക്കുന്ന നാബാലിനു വേണ്ടി അബീഗേൽ അപേക്ഷിക്കുന്നതായി രേഖപ്പെടുത്തപ്പെടുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അബീഗേലിൻ്റെ ആ വിവേകമുള്ള ബുദ്ധിയുള്ള ആ സ്വഭാവ സവിശേഷതയാണ് അവിടെ കുടുംബത്തിൻ്റെ അവളുടെ നിലനിൽപ്പിന് കാരണമായി തീർന്നത്. എന്നിലും നിങ്ങളിലും ചില സവിശേഷതകൾ ഉണ്ടാകേണ്ടതുണ്ട്. അത് വിവേകത്തോടു കൂടിയ ഒരു ജീവിതമാണ് ഉണ്ടാകേണ്ടത്. അങ്ങനെ ജീവിക്കുമ്പോൾ അത് നമ്മുടെ ഉയർച്ചയ്ക്കും നമ്മുടെ നന്മയ്ക്കും കാരണമായി തീരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഞാനും നിങ്ങളും വിവേകശൂന്യതയുടെ അവസ്ഥയിൽ ജീവിക്കുകയല്ല. നാബാലിനെ പോലെ ചിന്തിക്കാതെ ആലോചിക്കാതെ
വിവേകമില്ലാത്ത നിലയിലുള്ള തീരുമാനങ്ങൾ എടുക്കാതെ അബീഗേലിനെ പോലെ ബുദ്ധിയോടും വിവേകത്തോടും കൂടി കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകുവാൻ കഴിയേണ്ടതിന് നമുക്ക് നമ്മെ സമർപ്പിക്കുന്നവരായി തീരാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവം കൃപ നൽകട്ടെ. കരുണയുള്ള ദൈവമേ, ഞങ്ങൾ വിവേകശൂന്യന്മാരായി തീരുകയല്ല, ഞങ്ങൾ ആ നിലയിൽ തകർന്നവരായി തീരുകയല്ല. ഞങ്ങൾ അബീഗേലിനെ പോലെ വിവേകത്തോടെ ബുദ്ധിയോടെ ദൈവകൃപയോടെ ദൈവസന്നിധിയിൽ താഴുവാനും ദൈവത്താൽ ഉയർത്തപ്പെടുവാനും കാരണമാക്കണമേ. ദൈവം സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.